ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അലുമിനിയം കിച്ചൺ അതിൻ്റെ പ്രത്യേകതകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൈസ ഇൻറ്റീരിയലിനായിട്ട് സ്പെൻഡ് ചെയ്യാതെ ഒരു മീഡിയം ലെവലിൽ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല മെറ്റീരിയൽസാണ് അലുമിനിയം. ഈ ഒരു കിച്ചൺ നമ്മൾ ചെയ്തേക്കുന്നത് സ്ലേവ് വാർക്കാതെയാണ്. സ്ലേവ് വാർക്കാതെ അലുമിനിയം പ്രൊഫൈലിൽ ഫുൾ ബോക്സ് അടിച്ച് അതിൻ്റെ മേലെ 12mm മൾട്ടിവുഡ് ഇട്ട് പിന്നെ അതിൻ്റെ മേലെ നാനോവൈറ്റ് ഗ്രാനൈറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതേപോലെ കിച്ചൺ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടും. മൾട്ടിവുഡിലും പ്ലൈവുഡിലൊക്കെ ചെയ്യുന്ന എല്ലാ അക്സസറീസുകളും ഈ ഒരു കിച്ചണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബാസ്ക്കറ്റ് യൂണിറ്റ്, പിന്നെ അതേപോലെ തന്നെ ഡിഷ് ഹോൾഡർ, പുൾ ഔട്ട് യൂണിറ്റ്, പിന്നെ അതേപോലെ കട്ട്ലറി, PVC കട്ട്ലറി, പ്ലേറ്റ്, ബാസ്ക്കറ്റ്, ഇതുപോലെ എല്ലാ അക്സസറീസുകളും നമുക്ക് അലുമിനിയം കിച്ചണിലും നമുക്ക് ചെയ്യാൻ പറ്റും. ചിലരുടെയെങ്കിലും സംശയമായിരിക്കും, ചിലപ്പോൾ അലുമിനിയം കിച്ചൺ കൂടുതൽ നമുക്ക് ഈട് നിൽക്കില്ല, പിന്നെ അതേപോലെ തന്നെ ലൈഫ് കിട്ടില്ല എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു കിച്ചണാണ് അലുമിനിയം കിച്ചൺ. വളരെ തുച്ഛമായ വിലക്ക് തന്നെ നമുക്ക് അലുമിനിയം കിച്ചൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരുപാട് പൈസ ചിലവാക്കാതെ തന്നെ വളരെ മനോഹരമായിട്ടൊരു കിച്ചൺ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ ഈ ഒരു കിച്ചൻ്റെ ടോപ്പിലെ ഭാഗം നമ്മൾ ചെയ്തെടുത്തത് ഇതേപോലെ തന്നെ ഫുൾ ബോക്സ് അടിച്ചിട്ടാണ് ടോപ്പിലെ ഭാഗവും നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. മിറാക്കിയുടെ PVC HPL ഷീറ്റാണ് ഈ ഒരു കിച്ചണിൽ യൂസ് ചെയ്തേക്കുന്നത്. എക്കോടെ സോഫ്റ്റ് ഗ്ലോസ് ഇഞ്ചസ് ആണ് ഈ ഒരു ഡോറിനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബാസ്ക്കറ്റിൻ്റെ സ്ലൈഡർ സോഫ്റ്റ് ഗ്ലോസ് സ്ലൈഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. റിനോട്ട് ഫോർ ഗ്രേഡിലുള്ള ബാസ്ക്കറ്റുകളാണ് നമ്മൾ ഈ ഒരു കിച്ചണിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഹിഞ്ചസും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കിച്ചണിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റ് നമ്മൾ ഈ ഒരു കിച്ചണിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഡ്രോയറും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടിയിലായിട്ട് ഒരു ഡോറും ഒരു സ്റ്റോറേജ് സ്പേസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.